റിവിറ്റ് MEP മലയാളം 29ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വാൾ ഡിസൈനിങ്ങിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് പ്രോപ്പർട്ടി ബോക്സിനകത്തുള്ള ലൊക്കേഷൻ ലൈനിനെ കുറിച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടി ബോക്സിനകത്തുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. അതായത് വോൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ബോക്സിനകത്ത് നമ്മൾ ലൊക്കേഷൻ ലൈൻ നോക്കി. അതിൻ്റെ അടുത്തതായിട്ടാണ് വരുന്നത് ബേസ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് നോക്കപ്പോൾ അറിയാം, പ്രൊജക്ട് ബ്രൗസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരുപാട് ലെവൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലെവലിൽ എവിടെ നിന്നാണ് നമുക്ക് ഡ്രോയിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്, ബേസ് കൺസ്ട്രെയിനിൽ വരുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറയാം നമ്മൾ എത്ര ലെവൽ ഇവിടെ വരച്ചിട്ടുണ്ടോ ആ ലെവൽ മൊത്തത്തിൽ ഇവിടെയും കാണിച്ചു തരും. ഇപ്പോൾ നമുക്ക് ലെവൽ 1 എന്നാണ് വരയ്ക്കേണ്ടെങ്കിൽ ഓക്കെ, ലെവൽ 1 സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ലെവലിൽ നിന്ന് വോൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഇപ്പോൾ ഗ്രൗണ്ട് 1ലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ വോൾ സെലക്ട് ചെയ്യുകയാണ്. ഈ വോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എടുത്തത് ലെവൽ 1 ആണ്. ഈ ലെവൽ 1ൽ നിന്നുകൊണ്ട് ഞാനിവിടെ ഒരു ഡ്രോയിങ് ചെയ്യാൻ പോകും. അപ്പോൾ ഈ വോൾ വെളിയിലേക്കാണ് വന്നത്, നമുക്ക് ഈ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ സ്പേസ് ബാർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എലിവേഷൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു വോൾ. ഈ വോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ലെവൽ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോൾ വരയ്ക്കുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ലെവൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബേസ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രോപ്പർട്ടി ബോക്സിനകത്ത്. ഇതെന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഇവിടെ ഞാനിപ്പം ബേസ് എടുത്തിരിക്കുന്നത് എത്രയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് എടുത്തത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അല്പം കൂടെ ഉയർന്നിരിക്കണം, അല്ലെങ്കിൽ പൊങ്ങി വേണം വോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതായത് ഇപ്പം ഇവിടെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പം ലെവൽ 1 എന്ന് പറയാൻ 0 ആണ്. ഓക്കെ, എനിക്ക് ഈ 0യിൽ നിന്നൊരു 50 mm അല്ലെങ്കിൽ ഒരു 100 mm മുകളിൽ നിന്ന് വേണം ഒരു വോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബേസ് ഓഫ്സെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം 50 mm എന്നുള്ളൊരു ഓഫ്സെറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഗ്രൗണ്ട് 1ലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇവിടെ നിന്നൊരു വോൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ഈ ഒരു വോൾ വരച്ചു. ഇനി നമുക്കിതിൻ്റെ 3D വ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വ്യൂവിൽ 3D എടുത്തു. 3D എടുത്തപ്പം നമുക്കിവിടെ കാണാം ഈ ഒരു വോൾ അല്പം ലെവൽ 1ൽ നിന്ന് ഉയർന്നാണ് നിൽക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ല. നമുക്ക് എലിവേഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു ലൈന് താഴെയിട്ട് കാണുന്നത് ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വോളിൻ്റെ ഫേസ് ആണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ വ്യൂവിൽ 3D എടുത്തു. 3D എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു വോൾ സെലക്ട് ചെയ്തു. ഈ ഒരു വോൾ സെലക്ട് ചെയ്തപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ വരും. ഓക്കെ, ഇവിടെ നമ്മൾ ബേസ് ഓഫ്സെറ്റ് എത്രയാണ് കൊടുത്തത്, 50 ആണ് കൊടുത്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 കൊടുക്കുവാണ്. ഓക്കെ, 200 കൊടുത്തൊരു അപ്ലൈ കൊടുക്കാൻ നേരത്തെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു വോള് അല്പം ഉയർന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഇതിൻ്റെ ചേഞ്ചസ് ഒന്നുമില്ല, ഈ വോള് ഡൗൺ സൈഡിൽ നിന്ന് അല്പം പൊക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഹൈറ്റ് 200 mm ആണ് ഇപ്പം നമ്മൾ ഹൈറ്റ് പൊക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 200 mm ഇവിടെ ഹൈറ്റ് മേളിലേക്ക് പോകും. നോക്കാം, നമുക്കൊരു 500 കൊടുക്കാം. 500 കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്നതാണ് 500 മേളിലേക്ക് പോയി താഴെ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് താഴേക്ക് പോകണമെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. ഇവിടെ 500 താഴേക്ക് പോകണം, ഇവിടെ മൈനസ് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ബോൾ താഴേക്ക് പോയി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 500 നമ്മൾ താഴേക്ക് കൊടുത്തപ്പോഴേക്കും നമ്മൾ മേളിലേക്ക് മാറ്റിയ 500 താഴേക്ക് വരെയല്ല ചെയ്തത്, ആ ലെവൽ 1ൽ നിന്ന് 500 താഴേക്കാണ് പോയത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ടോപ്പ് കൺസ്ട്രെയിൻറ്റ്. ടോപ്പ് കൺസ്ട്രെയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വോൾ വരയ്ക്കാൻ നേരത്ത് ഈ വോളിൻ്റെ ടോപ്പ് എൻ്റെ എവിടം വരെ പോകണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇവിടെ എന്താണ് കൊടുത്തിരുന്നത്, നമ്മൾ ബേസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഇവിടെ കൊടുക്കാൻ. ഇവിടെ ടോപ്പിൽ എന്താണ് കൊടുക്കേണ്ടത്, ആ വോൾ എവിടം വരെ ചെല്ലണം അല്ലെങ്കിൽ എവിടം വരെ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. കാരണം എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം, ഇവിടെ ഇപ്പം നമുക്ക് ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് 4 വരെയുണ്ട്. നമുക്ക് 4 വരെ ഈ ഒരു വോൾ പോകണോ അതോ 3 വരെ പോയാൽ മതിയോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ടോപ്പ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇവിടെ നമ്മൾ ബേസ് ഓഫ്സെറ്റ് ഇവിടെ ഞാനിപ്പോൾ ഒരു 0 തന്നെ കൊടുക്കുകയാണ്. 0 തന്നെ കൊടുത്തു. അപ്പോൾ ബേസ് ഓഫ്സെറ്റ് ലെവൽ 1 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എനിക്കിപ്പം ഈ ഒരു വോൾ എവിടെ വരെയാണ് നിൽക്കുന്നത്, ഇത് ടോപ്പ് എൻഡ് വരെയാണ്, ടോപ്പ് 4 വരെ നിൽക്കുകയാണ്, ലെവൽ 4 വരെ നിൽക്കുകയാണ്. ഓക്കെ, എനിക്ക് ഈ ഒരു വോള് ടോപ്പ് 4 വരെ പോകണ്ട, 3 വരെ പോയാൽ മതി. അതിനിടയിൽ ഞാനിവിടെ ടോപ്പ് കൺസ്ട്രെയിനകത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ ലെവൽ 3 സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ എടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്, ഈ ഒരു വോളിൻ്റെ ഹൈറ്റ് ടോപ്പ് 3 വരെയാണ് പോയേക്കുന്നത്, അതായത് ലെവൽ 3 വരെയാണ് പോയേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് ഓഫ്സെറ്റും ഉണ്ട്. ടോപ്പ് ഓഫ്സെറ്റ് നമുക്കിപ്പം ലെവൽ 3 നിന്നും ഒരു 100 mm മേളിലേക്ക് നിൽക്കണം. അതിനിടയിൽ നമുക്കിവിടെ 100 mm കൊടുക്കാം. 100 mm കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ അതിനൊക്കെ ഹൈറ്റ് വ്യത്യാസം വരും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലെവൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 ലെവൽ 4 അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ലെവൽ 3-നെക്കാട്ടി അല്പവും കൂടെ ഒരു മേളിലേക്കാണ് ഈ ഒരു വോൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഈ ലെവൽ 3-ന്നും ഒരു 100 mm കൂടെ ഉയർന്നു വേണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ടോപ്പ് ഓഫ്സെറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വോൾ വരയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്രയും കാര്യമാണ് അറിയേണ്ടത്. ഇനി നമുക്ക് വോൾ വരച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കത് നോക്കാം.